ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി കുറെ ക്ലാസ്സുകൾ കഴിഞ്ഞു അല്ലെ. നമ്മൾ കുറെ റിസൾട്ട്സും അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ട് നമ്മളെ ചാപ്റ്ററിലെ സമാന്തര വരകൾ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ സെന്റേഴ്സ്, ത്രികോണ കേന്ദ്രങ്ങൾ. അപ്പൊ എന്താ ട്രയാങ്കിൾ സെന്റേഴ്സ് അഥവാ ത്രികോണ കേന്ദ്രങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഡ്രോൺ. നമുക്ക് ഇവിടെ ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ ഈ ട്രയാങ്കിൾ നമുക്ക് ഓൾറെഡി അറിയാം. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 3 സൈഡഡ് പോളിഗൺ ആണ്. 3 സൈഡുള്ള ഒരു പോളിഗണിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ ട്രയാങ്കിളില് 3 വേർട്ടെക്സ് അല്ലേ ഉണ്ടാവുക. ഇപ്പൊ ഇത് നമ്മളെ ട്രയാങ്കിൾ ABC ആണെങ്കിൽ ഇവിടെ A ഒരു വേർട്ടെക്സ് ആണ്, B ഒരു വേർട്ടെക്സ് ആണ്, C ഒരു വേർട്ടെക്സ് ആണ് അല്ലെ. അപ്പൊ എന്താ നമ്മളോട് പറഞ്ഞത്? Perpendicular from the top vertex to the triangle to the opposite side is drawn. നമ്മൾ ഈ ഒരു ത്രികോണത്തില് നമ്മൾ എന്താ പറഞ്ഞത്? മേൽമൂലയിൽ നിന്ന് താഴത്തെ വശത്തേക്ക് ലംബം വരച്ചിരിക്കുന്നു. നമ്മൾ ഈ ഒരു A എന്ന് പറഞ്ഞ വേർട്ടെക്സ്, ഈ ഒരു വേർട്ടെക്സിൽ നിന്ന് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ BCയിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അതാണ് നമ്മൾ ഇവിടെ ചെയ്ത്. ഈ റെഡ് കളറിലുള്ളതാണ് നമ്മളെ പെർപെൻഡിക്കുലർ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ D എന്ന് കൊടുത്താൽ AD ആണ് നമ്മളെ പെർപെൻഡിക്കുലർ. A എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ BCയിലോട്ട് നമ്മൾ AD എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? സച്ച് പെർപെൻഡിക്കുലേഴ്സ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എനി വേർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഏത് വേർട്ടെക്സിൽ നിന്നും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് അങ്ങനെ പെർപെൻഡിക്കുലർ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ C എന്ന് പറഞ്ഞൊരു വേർട്ടെക്സ് അല്ലെ. C എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും AB അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ ABയിലോട്ട് നമുക്കൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ B എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും Bയുടെ ഓപ്പോസിറ്റ് സൈഡായ ACയിലോട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ട്രയാങ്കിളിലെ ഏതൊരു വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏത് മൂലയിൽ നിന്നും ഏതൊരു വേർട്ടെക്സിൽ നിന്നും എതിർവശത്തേക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ലംബം വരയ്ക്കാമല്ലോ. നമുക്ക് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാൻ കഴിയും. These perpendiculars are called altitudes, heights of the triangle. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് altitudes അഥവാ heights? ഒരു ട്രയാങ്കിളിന്റെ altitude എന്താ, ഹൈറ്റ് എന്താന്ന് ചോദിച്ചാൽ ആ ട്രയാങ്കിളിന്റെ വേർട്ടെക്സിൽ നിന്നും ഒരു വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് പറയാ? altitudes അഥവാ heights എന്ന് പറയാ. ഓക്കെ, ഈ ലംബങ്ങളെ ത്രികോണത്തിന്റെ ഉയരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളില് നമുക്കറിയാം 3 സൈഡും 3 ആംഗിൾസ് ഒക്കെ ആയിരിക്കും അല്ലെ ട്രയാങ്കിളിന് ഉണ്ടാവുക. അതിന്റെ ഒരു വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അപ്പൊ നമുക്ക് പറയാം ഇത് നമ്മുടെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. അതുപോലെ വേറൊരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അതുപോലെ ഈ വേർട്ടെക്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, സച്ച് പെർപെൻഡിക്കുലേഴ്സ് അങ്ങനെ നമ്മൾ വരച്ച പെർപെൻഡിക്കുലറുകൾ ക്യാൻ ബി ഡ്രോൺ ഫ്രം എനി വേർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ നമുക്കറിയാം ട്രയാങ്കിളിന് 3 വേർട്ടെക്സ് ആണുള്ളത്. ആ 3 വേർട്ടെക്സിൽ നിന്നും നമുക്ക് ആ വേർട്ടെക്സുകളുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എന്ത് വരയ്ക്കാൻ പറ്റും? പെർപെൻഡിക്കുലേഴ്സ് ഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പെർപെൻഡിക്കുലറിനെ ദീസ് പെർപെൻഡിക്കുലേഴ്സ് ആർ കോൾഡ് altitudes അഥവാ ഹൈറ്റ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പം ഹൈറ്റ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, ഉയരം. അതിനെയാണ് നമ്മൾ ട്രയാങ്കിളിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറയാണ്, ഓൾട്ടിറ്റ്യൂഡ് എന്താ, ഹൈറ്റ്സ് എന്താണ്. ഇപ്പൊ ഇത് നമ്മളൊരു ട്രയാങ്കിൾ ABC ആണ്. ഈ ട്രയാങ്കിൾ ABC, ഓക്കെ, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ABC. അപ്പൊ A എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും
ഓപ്പോസിറ്റ് സൈഡായ ബി സിയിലോട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അതുപോലെ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡായ എ സിയിലോട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അതുപോലെ സി എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡായ എ ബിയിലോട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അങ്ങനെ ഉള്ള പെർപെൻഡിക്കുലേഴ്സ് ഇതിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഡി ഇ എഫ് എന്ന് കൊടുത്താൽ ഇവിടെ ഉള്ള ഹൈറ്റ്സ് നമ്മുടെ ട്രയാങ്കിളുകളുടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ്സ് അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? നമുക്ക് പറയാം എ ഡി ഒരു ഓൾട്ടിറ്റ്യൂഡ് ആണ്, അതുപോലെ സിഇ ഒരു ഓൾട്ടിറ്റ്യൂഡ് ആണ്, ബി എഫ് ഒരു ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് 3 ഓൾട്ടിറ്റ്യൂഡ്സ് വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരച്ച പെർപെൻഡിക്കുലർ അതാണ് ഓൾട്ടിറ്റ്യൂഡ്സ് അഥവാ ഹൈറ്റ്സ് ഓഫ് ദ ട്രയാങ്കിൾ. സോ ഇൻ ദിസ് ഫിഗർ വി ഹാവ് എ ഡി, ബി എഫ് ആൻഡ് സിഇ ആർ ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഹൈറ്റ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ്സ് അഥവാ ഹൈറ്റ്സ് എന്താന്ന് മനസ്സിലായില്ലേ? ഏതൊരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെറ്റ്സ് ഗോ ത്രൂ ഈച്ച് വെർട്ടെക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഓരോ വെർട്ടെക്സിലൂടെയും ദ ലൈൻ പാരലൽ ടു ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ നമ്മളെ ഫിഗർ ഇതായിരുന്നു അല്ലെ, ഈ ഒരു ബ്ലൂ ട്രയാങ്കിൾ. ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ദാറ്റ് മീൻസ് ഈ റെഡ് ലൈനിലുള്ളത് നമ്മളെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് ആണ്. ഇനി നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഇനി ഓരോ വെർട്ടെക്സിൽ നിന്നും എന്താണ് ദ ലൈൻ പാരലൽ ടു ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ട് ഇതിന്റെ വേർട്ടെക്സിൽ നിന്നും നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു. അതാണ് പറഞ്ഞത്. അതുപോലെ ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ട് ഈ വേർട്ടെക്സിലൂടെ നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു. അതാണ് ഈ ഗ്രീൻ ലൈൻ. അതുപോലെ ഈ ലൈന്, ഈ ട്രയാങ്കിളിന്റെ ഈ ലൈനിന്, ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഈ ലൈനിന് പാരലൽ ആയിട്ട് അഥവാ ഈ വേർട്ടെക്സിലൂടെ നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു. അതാണ് നമ്മളിവിടെ ചെയ്തത്. ഒന്നുമില്ല കൺഫ്യൂഷൻ ആവാൻ, ഇതായിരുന്നു നമ്മളെ ചെറിയ ട്രയാങ്കിൾ. ആ ചെറിയ ട്രയാങ്കിളിൽ നമ്മൾ ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡ്രോ ചെയ്തു. അതാണ് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അതാണ് ഹൈറ്റ്, ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഇനി നമ്മൾ ചെയ്തത് ഈ ഒരു ലൈനിനെ പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വേർട്ടെക്സിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു. അതുപോലെ ഈ ലൈനിന് പാരലൽ ആയിട്ട് ഈ ഒരു വേർട്ടെക്സിലൂടെ നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഓക്കെ, അതാണ് ഈ ഒരു ലൈന്. ഇനി ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ട് ഈ ഒരു വേർട്ടെക്സിലൂടെ നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു. അപ്പൊ നമ്മളെ ഫിഗർ ഇങ്ങനെ കിട്ടി. അതാണ് ഈ ഫിഗർ. ഇതാണ് നമ്മുടെ ചെറിയ ട്രയാങ്കിൾ. ആ ചെറിയ ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു റെഡ് ലൈനിലുള്ള ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ഈ ഗ്രീൻ ട്രയാങ്കിൾ, ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഗ്രീൻ ട്രയാങ്കിൾ ആണ്. ഈ ഗ്രീൻ ട്രയാങ്കിൾ എങ്ങനെ കിട്ടിയത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? ചെറിയ ട്രയാങ്കിളിന്റെ വേർട്ടെക്സിലൂടെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന് പാരലൽ ആയിട്ടാണ് നമ്മൾ വരച്ചത്. ഈ സൈഡിന് പാരലൽ ആയിട്ട് ഈ വേർട്ടെക്സിലൂടെ വരച്ചു, ഈ സൈഡിന് പാരലൽ ആയിട്ട് ഈ വേർട്ടെക്സിലൂടെ വരച്ചു, ഈ സൈഡിന് പാരലൽ ആയിട്ട് ഈ വേർട്ടെക്സിലൂടെയും വരച്ചു. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇനി എന്താ? Then the red line is not only perpendicular to the top side of the large triangle, it also bisects it. എന്താ പറഞ്ഞത്? നമ്മളെ ഈ ചുവന്ന വര, ഇവിടെ നമുക്കൊരു ചുവന്ന വര ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരച്ചത്. എന്താ പറഞ്ഞ? ചുവന്ന വര വലിയ ത്രികോണത്തിന്റെ മുകളിലെ വശത്തിനു ലംബം മാത്രമല്ല അതിന്റെ സമഭാജിയും കൂടിയാണ്. എന്താ അങ്ങനെ പറഞ്ഞാല്? നമ്മൾ ആ റെഡ് ലൈൻ എന്ന് പറഞ്ഞാല് പെർപെൻഡിക്കുലർ ടു ദ ടോപ്പ് സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ ടോപ്പ് സൈഡിന്, ലാർജ് ട്രയാങ്കിളിന്റെ ടോപ്പത്തെ ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാർജ് ട്രയാങ്കിളിന്റെ സൈഡ്. അതിന് ആ റെഡ് ലൈന് പെർപെൻഡിക്കുലർ ആണ്. നമുക്കറിയാം അല്ലെ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഈ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ വലിയ ട്രയാങ്കിളിന്റെ ഈ സൈഡിന് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ പെർപെൻഡിക്കുലർ മാത്രമല്ല, ഇറ്റ് ഓൾസോ ബൈസെക്ട് ഇറ്റ്. അത് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഈക്വൽ ഹാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? ഇത് എന്താണ്? ഈ ഒരു സൈഡിനെ ബൈസെക്റ്റും ചെയ്യുന്നുണ്ട്. രണ്ട് ഈക്വൽ
ഹാഫ് ആക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സപ്പോസ് ഇത് എ ബി ആണ്, ഇത് സി ആണെങ്കിൽ എന്താണ് ഈ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് ഇതിന് നമ്മൾ ഈ റെഡ് ലൈന് നമ്മൾ സി ഡി എന്ന് കൊടുത്തു. അപ്പൊ സി ഡി എന്ന് കൊടുക്കുമ്പോ എന്ത് വരും? സി ഡി നമുക്ക് എന്ത് പറയാം? ഈ സി ഡി എന്തിന് പെർപെൻഡിക്കുലർ ആണ്? എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി. പെർപെൻഡിക്കുലർ മാത്രമല്ല, അത് അതിനെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്, ബൈസെക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? എ സി ഈസ് ഈക്വൽ ടു സി ബി ആണ് എന്ന് പറയാം. അത് അതിനെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അതാണ് നമ്മൾ ഈ പോയിന്റ്. റെഡ് ലൈൻ ഈസ് നോട്ട് ഓൺലി പെർപെൻഡിക്കുലർ ടു ദ ടോപ്പ് സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ ടോപ്പ് സൈഡിന് പെർപെൻഡിക്കുലർ മാത്രമല്ല റെഡ് ലൈന്, ഇറ്റ് ഓൾസോ ബൈസെക്റ്റഡ്. അത് അതിനെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞത്? സോ ഇഫ് വി ഡ്രോ ദ അതർ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ, ഇനി ബാക്കിയുള്ള ഓൾട്ടിറ്റ്യൂഡ്സും കൂടെ, ആ ചെറിയ ട്രയാങ്കിളിന്റെ ബാക്കിയുള്ള ഓൾട്ടിറ്റ്യൂഡ്സും കൂടെ വരച്ചാൽ there would be the perpendicular bisectors of the other two sides of the large triangle. എന്താ പറഞ്ഞത്? നമ്മൾ ഓൾറെഡി ഒരു റെഡ് ലൈനല്ലേ വരച്ചിട്ടുള്ളൂ. ആ ഒരു ഫിഗറിൽ നമ്മൾ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാത്രം ഒരു ലൈൻ, ഒരു ഹൈറ്റേ നമ്മൾ അവിടെ വരച്ചിട്ടുള്ളൂ. ഇനി ബാക്കി രണ്ടെണ്ണം ചെറിയ ത്രികോണത്തിന്റെ മറ്റു ഉയരങ്ങളും വരച്ചാൽ, ഒരു ഉയരം നമ്മൾ അവിടെ വരച്ചിട്ടുള്ളൂ, മറ്റു രണ്ട് ഉയരം കൂടെ വരച്ചാൽ അവ വലിയ ത്രികോണത്തിന്റെ മറ്റു രണ്ട് വശങ്ങളുടെയും ലംബ സമഭാജികൾ ആകും. എന്താ പറഞ്ഞത്? കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നമുക്ക് നമ്മളെ ഫിഗർ വെച്ചിട്ട് തന്നെ നോക്കാം. നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു? നമ്മളെ ഈ ഒരു റെഡ് ലൈന് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ ചെറിയ ബ്ലൂ ട്രയാങ്കിളിന്റെ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരച്ചതാണ്. അപ്പൊ അത് ചെറിയ ട്രയാങ്കിളിന്റെ എന്താണ്? ഹൈറ്റ് ആണ് എന്ന് പറഞ്ഞു. ചെറിയ ട്രയാങ്കിളിന്റെ ഉയരമാണ് അല്ലെ? വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയാൽ ഇതിന് നമുക്ക് നെയിം കൊടുക്കാം. എ ബി സി, ഇതിന് ഡി ഇ, ഇവിടെ എഫ് ജി എന്ന് നെയിം കൊടുത്തു. ഈ നമ്മളോട് പറഞ്ഞത് ഈ ഡി ഇ എന്ന് പറഞ്ഞത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഡി ഇ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. അതുപോലെ ഇതിനെ നമ്മൾ ടു ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ രണ്ട് ഹൈറ്റും കൂടെ വരച്ചാലോ? ഇനിയും നമുക്ക് രണ്ട് ഹൈറ്റും കൂടെ വരയ്ക്കാനില്ലേ? യെസ്. അപ്പൊ എഫ് എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ ഡി ജിയിലോട്ട് നമ്മൾ എന്ത് വരച്ചു? ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതുപോലെ ജി എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ എഫ് ഡിയിലോട്ടും നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരുന്നു ഡി ഇ എന്ന് പറഞ്ഞത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നെയിം കൊടുക്കാം എച്ച് ഐ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഐ എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? ഈ എഫ് ഐ എന്ന് പറഞ്ഞ ഹൈറ്റ് നമ്മൾ വലിയ ട്രയാങ്കിളിന്റെ എ സിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. എഫ് ഐ പെർപെൻഡിക്കുലർ ടു എ സി ആണ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ അടുത്ത ഓൾട്ടിറ്റ്യൂഡ്, നമ്മുടെ ചെറിയ ട്രയാങ്കിളിന്റെ അടുത്ത ഓൾട്ടിറ്റ്യൂഡായ എച്ച് ജി. ഈ എച്ച് ജി എന്ന് പറഞ്ഞത് എന്തിന് പെർപെൻഡിക്കുലർ ആണ്? എച്ച് ജി പെർപെൻഡിക്കുലർ ടു എന്തിന് പെർപെൻഡിക്കുലർ? നമ്മൾ വലിയ ട്രയാങ്കിൾ ആയ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്നുമില്ല, നമ്മളെ ചെറിയ ട്രയാങ്കിളിന്റെ ഉയരം അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിന്റെ സൈഡിന് പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ DE പെർപെൻഡിക്കുലർ ടു AB ആണ്, FI പെർപെൻഡിക്കുലർ ടു AC ആണ്, HG പെർപെൻഡിക്കുലർ ടു BC ആണ്. അതുപോലെ എന്താണ് അത് അതിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്, രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് AD is equal to DB ആണ്, അതുപോലെ BG is equal to GC ആണ്, AF is equal to FC ആണ്. അതാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് ഉയരം എന്ന് പറഞ്ഞാൽ there would be the perpendicular bisectors of the other two sides of the large triangle. Perpendicular bisectors എന്ന് പറഞ്ഞാൽ അത് പെർപെൻഡിക്കുലറുമാണ്, രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് വലിയ ട്രയാങ്കിളിന്റെ സൈഡ്സിന് പെർപെൻഡിക്കുലർ ആണ്. ഏത് ഈ നമ്മൾ വരച്ച ഓൾട്ടിറ്റ്യൂഡ്സ് ഒക്കെ, അതുപോലെ അത് അതിനെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുമുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആവാനൊന്നും ഇല്ല, സിമ്പിൾ ആണ്.
നെക്സ്റ്റ് എന്താ പറഞ്ഞേ, വി ഹാവ് സീൻ ദാറ്റ് ഓൾ 3 പെർപെൻഡിക്കുലർ, നമ്മൾ 3 പെർപെൻഡിക്കുലർ അല്ലെ, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ 3 സൈഡ്സ് ഓഫ് എനി ട്രയാങ്കിൾ ക്രോസ് വൺ അനദർ അറ്റ് എ സിംഗിൾ പോയിന്റ്. എന്താ പറഞ്ഞത്, നമ്മൾ ചെറിയ ട്രയാങ്കിളിലെ ഓൾട്ടിറ്റ്യൂഡ്സ് ഉയരങ്ങൾ വരച്ചിരുന്നു. ആ വരച്ച ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിന്റെ സൈഡ്സിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്ന് പറഞ്ഞിരുന്നു. പെർപെൻഡിക്കുലർ ആണ്, അത് അതിനെ 2 ഈക്വൽ ഹാഫും ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് ത്രികോണത്തിന്റെയും 3 ലംബ സമഭാജികളും ഒറ്റ ബിന്ദുവിലൂടെ പരസ്പരം മുറിച്ചു കടക്കുമെന്ന് കണ്ടിട്ടുണ്ടല്ലോ. 3 പെർപെൻഡിക്കുലേഴ്സ്, ഓൾ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, നമ്മളെ വലിയ ട്രയാങ്കിളിന്റെ സൈഡിനുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അഥവാ ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് എന്താ, ഓഫ് ദ 3 സൈഡ്സ് ഓഫ് എനി ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളിന്റെയും ആ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും എന്താണ്, ക്രോസ് വൺ അനദർ അറ്റ് എ സിംഗിൾ പോയിന്റ്, 3ഉം കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചാൽ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്താ, ഓൾ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് 3 സൈഡ്സ് ഓഫ് എനി ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിളിന്റെയും ഇതാണ് ഈ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്താണ്, കൂട്ടിമുട്ടുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്, അത് 3ഉം കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞത്, അപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടി. എന്താ നമ്മളെ പോയിന്റ്, ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആർ ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു കൺക്ലൂഷനിലോട്ട് എത്താനാണ്. എന്താ പറഞ്ഞത്, നമ്മൾ ഒരു ചെറിയ ട്രയാങ്കിൾ വരച്ചു, ചെറിയ ട്രയാങ്കിളിന് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്സ് വരച്ചു. ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ളതിനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ ചെറിയ ട്രയാങ്കിളിന്റെ 3 ഓൾട്ടിറ്റ്യൂഡ്സും അതുപോലെ നമ്മൾ ഈ സൈഡിന് പാരലൽ ആയിട്ട് ഈ വേർട്ടെക്സിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു, അതുപോലെ ഈ സൈഡിന് പാരലൽ ആയിട്ട് ഈ വേർട്ടെക്സിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു, അതുപോലെ ഈ സൈഡിന് പാരലൽ ആയിട്ട് ഈ ഒരു വേർട്ടെക്സിലൂടെ ലൈൻ ഡ്രോ ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ പെർപെൻഡിക്കുലർ ആണ്. ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് കേട്ടോ. ബൈസെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ, ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആർ ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ. അപ്പൊ വലിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളിന്റെ എന്താണ്, ഓൾട്ടിറ്റ്യൂഡ്സ് ആണ്. അത് മാത്രം ഓർത്തു വെക്കാം. വലിയ ത്രികോണത്തിന്റെ ലംബ സമഭാജികൾ ചെറിയ ത്രികോണത്തിന്റെ ഉന്നതികളാണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ എന്താണ്, ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് ആണ്. ക്ലിയർ ആണോ? ഇനി എന്താ, ഇൻ എനി ട്രയാങ്കിൾ, ഏതൊരു ത്രികോണത്തിന്റെയും all the altitudes intersect at a single point. എല്ലാ ഓൾട്ടിറ്റ്യൂഡ്സും എല്ലാ ഉന്നതികളും എന്താണ്, ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകും. ഒരു പോയിന്റിലൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ പോയിന്റിൽ. അപ്പൊ എല്ലാ ട്രയാങ്കിളിന്റെയും ഓൾട്ടിറ്റ്യൂഡ്സ്, ഇപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ ഏതൊരു ത്രികോണം എടുത്താലും അതിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ ആ ഓൾട്ടിറ്റ്യൂഡ്സ് 3ഉം കൂടെ ഒരു സിംഗിൾ പോയിന്റിൽ എന്ത് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും, കൂട്ടിമുട്ടും. ഈ 2 പോയിന്റുകളും ഓർത്തു വെക്കുക. ഈ 2 പോയിന്റുകളും പഠിക്കാനും വേണ്ടി, ഈ 2 പോയിന്റിലും എത്താനും വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ ഒരു പോയിന്റ്, ഈ റിസൾട്ട്സ് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അഥവാ തിരിച്ചും പറയാം, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, ലാർജ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് ആണ്.
ക്ലിയർ ആണോ? അതുപോലെ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താ? ഓൾ ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. എല്ലാ ഓൾട്ടിറ്റ്യൂഡ്സും എല്ലാ ഹൈറ്റ്സും നമ്മുടെ ചെറിയ ട്രയാങ്കിളിന്റെ എല്ലാ ഹൈറ്റ്സും ഓൾട്ടിറ്റ്യൂഡ് ഉയരങ്ങളും എന്താണ്? ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ രണ്ട് റിസൾട്ട്സും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഓർത്തോസെന്റർ എന്നുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദ പോയിന്റ് വേർ all the altitudes meet is called ഓർത്തോസെന്റർ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഓൾട്ടിറ്റ്യൂഡ്സ് എന്താന്ന് അറിയാം അല്ലെ? ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഉയരം, ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ്, അതിന്റെ ഒരു വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്നതാണ് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ്. അങ്ങനെ നമ്മളൊരു ട്രയാങ്കിളിന് 3 വേർട്ടെക്സ് ഉണ്ട്. 3 വേർട്ടെക്സിൽ നിന്നും നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എന്ത് വരയ്ക്കും? ഓൾട്ടിറ്റ്യൂഡ്സ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, പെർപെൻഡിക്കുലർ വരച്ചാൽ ഓൾട്ടിറ്റ്യൂഡ്സ് കിട്ടും. അപ്പം നമുക്ക് 3 ഓൾട്ടിറ്റ്യൂഡ്സ് കിട്ടി. ആ 3 ഓൾട്ടിറ്റ്യൂഡ്സും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഓർത്തോസെന്റർ എന്ന് പറയാം. ദ പോയിന്റ് വേർ all the altitudes meet, നമ്മൾ എല്ലാ ഓൾട്ടിറ്റ്യൂഡ്സും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഓർത്തോസെന്റർ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. ട്രയാങ്കിളിന്റെ ഓർത്തോസെന്റർ. ഉന്നതികൾ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിനെ, ആ ഒരു പോയിന്റിനെ ത്രികോണത്തിന്റെ ലംബകേന്ദ്രം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ട്രയാങ്കിൾ ഉണ്ട് നമ്മളെ കയ്യില്. ആ ട്രയാങ്കിളിന്റെ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നമ്മൾ ഒരു വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അടുത്ത വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഓൾട്ടിറ്റ്യൂഡ്സ് എന്താ നമ്മൾ പറഞ്ഞിരുന്നു? എന്തായിരുന്നു? perpendiculars drawn from any vertex to the opposite side. അതായിരുന്നു നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്സ് എന്താന്ന് പറഞ്ഞിരുന്നത്. അപ്പം വേർട്ടെക്സിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്താ പറഞ്ഞത്? അത് 3ഉം കൂടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒരു സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ three altitudes meet. നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ലംബകേന്ദ്രം അഥവാ ഓർത്തോസെന്റർ എന്ന് പറയുന്നത്. ഓർത്തോസെന്റർ എന്ന് പറഞ്ഞാല് ദ പോയിന്റ് വേർ all the altitudes meet, എല്ലാ ഓൾട്ടിറ്റ്യൂഡ്സും മീറ്റ് ചെയ്യുന്നത്. The points where all the altitudes meet is called a orthocenter of the triangle. The point of intersection where altitudes meet ചെയ്യുന്ന ആ point of intersection-നെയാണ് നമ്മൾ എന്ത് പറയാ? ഓർത്തോസെന്റർ അഥവാ ലംബകേന്ദ്രം എന്ന് പറയുന്നത്. ഇനി എന്താ? Perpendicular bisectors of sides and altitudes are some of the special lines related to a triangle. ത്രികോണത്തിനുള്ളിൽ വരയ്ക്കുന്ന ചില സവിശേഷ വരകളാണ് ലംബസമഭാജികളും ഉന്നതികളും. ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒരു കാര്യം പറഞ്ഞതാണ്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അതുപോലെ ഓൾട്ടിറ്റ്യൂഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ എന്താണ്? ഒരു സ്പെഷ്യൽ ലൈൻസ് ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താന്ന് നമുക്കറിയാം. അതുപോലെ ഓൾട്ടിറ്റ്യൂഡ്സ് ഒക്കെ എന്താന്ന് നമ്മൾ പഠിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ലൈൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിളിന്റെ എന്താ സ്പെഷ്യൽ ലൈൻസ് ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യം എന്താ? ഓൾട്ടിറ്റ്യൂഡ് എന്താന്ന് പഠിച്ചു. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. ഇനി നമുക്കറിയാം ട്രയാങ്കിളിലെ ഓൾട്ടിറ്റ്യൂഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഓർത്തോസെന്റർ. ആ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്സ്, ഒരു ട്രയാങ്കിളിൽ ഓൾട്ടിറ്റ്യൂഡ്സ് എല്ലാം കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, നമ്മളെ ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് ഒക്കെ വലിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് അല്ലെ? The perpendicular bisectors of the large triangle are the altitudes of the small triangle are the altitudes of the smaller triangle. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഈ നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ലൈൻസ് ജോയിനിങ് each vertex with the midpoint of the opposite side form another type of such line. We have noted earlier that such lines are called medians of a triangle. Important ആണ്.
ട്രയാങ്കിളിന്റെ മീഡിയൻ. ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നതാണ് ട്രയാങ്കിളിന്റെ മീഡിയൻ. എന്താ പറഞ്ഞത്? ഇതുപോലെയുള്ള മറ്റു വരകൾ നമ്മൾ ഓൾട്ടിറ്റ്യൂഡിന്റെ ഒക്കെ പോലെ തന്നെ വേറെ ലൈനിന്റെ ഓരോ മൂലയും എതിർവശത്തിന്റെ മധ്യബിന്ദുവും ചേർത്ത് വരയ്ക്കുന്ന വരകൾ. ഇവയുടെ പേര് എന്താണ്? നടുവരകൾ, മീഡിയൻസ്. എന്താ മീഡിയൻസ് എന്ന് പറഞ്ഞാല്? നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നോ, ആ ട്രയാങ്കിളിന്റെ എന്താ പറഞ്ഞത്? ഈച്ച് വേർട്ടെക്സ്, ഓരോ വേർട്ടെക്സിൽ നിന്നും ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന വര. വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരയ്ക്കാണ് നമ്മൾ എന്ത് പറയാ? മീഡിയൻ എന്ന് പറയാം. അപ്പം മീഡിയൻ എന്ന് പറഞ്ഞാൽ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന വര. അത് വിചാരിക്കും ഓൾട്ടിറ്റ്യൂഡും മീഡിയനും ഒരുപോലെയാണല്ലോ എന്നല്ലേ. എന്താ തമ്മിലുള്ള ഡിഫറൻസ്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഒരു വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അത് മിഡ് പോയിന്റിലോട്ടാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം എന്ന് പറഞ്ഞത്. ബട്ട് നമ്മൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻ എന്ന് പറഞ്ഞാൽ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള മിഡ് പോയിന്റിലോട്ട്, ഓക്കെ, മിഡ് പോയിന്റിലോട്ട് മധ്യബിന്ദുവിലോട്ട് വരയ്ക്കുന്ന വരയ്ക്കാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. മാറിപ്പോയത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അത് മിഡ് പോയിന്റിലോട്ടാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ബട്ട് മീഡിയൻ മീൻസ്, മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള മിഡ് പോയിന്റിലോട്ട്, ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നു. ഓരോ വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മീഡിയൻ എന്ന് പറയാം. ആ നെയിമിൽ തന്നെ ഉണ്ടല്ലേ മീഡിയൻ, മിഡിൽ എന്നൊക്കെ അല്ലെ. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാല് വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നവരാ. joining each vertex, lines joining each vertex with the midpoint of the opposite side from another type of such line. അപ്പം മിഡ് പോയിന്റിലോട്ട്, വേർട്ടെക്സിന് മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരയ്ക്കാണ് നമ്മൾ എന്ത് പറയാ? മീഡിയൻസ്, മീഡിയൻ. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് മീഡിയൻ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ഇനി do they also intersect at a single point? നമ്മൾ പറഞ്ഞിരുന്നു ഓൾട്ടിറ്റ്യൂഡ്സ് അഥവാ ഹൈറ്റ്, ഉയരം എന്ന് പറഞ്ഞാൽ വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അത് എല്ലാം കൂടെ നമ്മൾ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് എല്ലാം കൂടെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെയാണ് നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറയാം അല്ലെ. ഓർത്തോ സെന്റർ എന്ന് പറയാന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ലംബ കേന്ദ്രം ഓർത്തോ സെന്റർ എന്ന് പറയാം. ഓൾട്ടിറ്റ്യൂഡ്സ് എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു ഇപ്പൊ മീഡിയൻ എന്താണ്? വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ 3 മീഡിയൻസും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇവയും ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകുമോ? അപ്പൊ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളില് നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ 3 വരച്ചിട്ടില്ല, 2 വരച്ചിട്ടുണ്ട്. എന്താ? എ ബി സി എന്ന് കൊടുത്താൽ ഇവിടെ നമ്മൾ എന്താ? ബി എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡായ മിഡ് പോയിന്റിലോട്ട് നമ്മൾ ഒരു മീഡിയം വരച്ചു. അതുപോലെ സി എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് നമ്മൾ എന്ത് വരച്ചു? ഒരു മീഡിയം വരച്ചു. ഇവിടെ നമ്മൾ 2 മീഡിയൻസ് വരച്ചു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇനി നമ്മൾ എ എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡായ ബി സിയുടെ മിഡ് പോയിന്റിലോട്ട് ഒരു മീഡിയനും കൂടെ ഡ്രോ ചെയ്താൽ ഈ 3 മീഡിയനും കൂടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുമോ, ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്യണം, ഇന്റർസെക്ട് ചെയ്യണം. ഇവിടെ ഓൾറെഡി നമുക്ക് 2 മീഡിയൻസ് ഉണ്ട്. ഇനി ഒരു മീഡിയനും കൂടെ വരച്ചാൽ ഈ 3 മീഡിയനും കൂടെ ഒരു സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമോ എന്നാണ് നമ്മളെ ചോദ്യം. അപ്പൊ നോക്കാം, 2 medians of a triangle are drawn. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ട്രയാങ്കിൾ 2 മീഡിയൻസ് ഓൾറെഡി വരച്ചിട്ടുണ്ട്. What we want to check is whether the third median also passes through the point of intersection of the
2 we have drawn. നമ്മൾ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താ, ത്രികോണത്തിന്റെ രണ്ട് നടുവരകൾ, രണ്ട് മീഡിയൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് മുറിച്ച് കടക്കുന്ന ബിന്ദുവിൽ കൂടി തന്നെ മൂന്നാമത്തെ നടുവരെയും കടന്നു പോകുമോ എന്നാണ് അറിയേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് നമ്മൾ ഈ ഒരു വേർട്ടെക്സിന് നമ്മൾ വരയ്ക്കുന്ന മീഡിയനും എന്താണ്, ഇത് മൂന്നും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേന്നൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, വി ക്യാൻ ഡ്രോ ആൻഡ് ചെക്ക്. നമുക്ക് വരച്ചുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ബട്ട് വി നീഡ് എ പ്രൂഫ് ദാറ്റ് ദിസ് ഈസ് സോ ഇൻ ഓൾ ട്രയാങ്കിൾ. പക്ഷെ നമുക്ക് എന്താ, വരച്ചാണ്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്ത്, മൂന്നും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന്, മൂന്ന് മീഡിയൻസും കൂടെ. ബട്ട് നമുക്ക് എന്താണ്, വി നീഡ് എ പ്രൂഫ് ദാറ്റ് ദിസ് ഈസ് സോ ഇൻ ഓൾ ട്രയാങ്കിൾ. ഇത് എല്ലാ ട്രയാങ്കിളിലും ഇങ്ങനെ തന്നെയാണോ എന്നാണ് ഉള്ളൊരു പ്രൂഫ് നമുക്ക് വേണം. So to begin with, we name the points in the picture for easy reference. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ ഒരു ഫിഗറിന് എന്താണ്, ഓരോ പോയിന്റിനും ഓരോ നെയിം കൊടുക്കുകയാണ്. നമ്മളെ ട്രയാങ്കിൾ ABC, നമുക്ക് ഒരു ട്രയാങ്കിൾ ABC ഉണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിൾ ABCയില് നമ്മൾ വരച്ച മീഡിയൻസ് ആണ് എന്താ, ബി എന്ന് പറഞ്ഞ വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലോട്ട് വരച്ച മീഡിയൻ ആണ് BE. അതുപോലെ എ എന്ന് പറഞ്ഞ വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലോട്ട് വരച്ച മീഡിയൻ ആണ് AD. ഓക്കെ, ഇത് രണ്ടും നമ്മളെ മീഡിയൻസ് ആണ്. ഇനി എന്താ പറഞ്ഞത്, ഈ രണ്ട് മീഡിയനും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് G. ഈ രണ്ട് മീഡിയൻസും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് G. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് when we draw a median from the vertex C to the midpoint of AB. സി എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും ABയുടെ മിഡ് പോയിന്റിലോട്ട് നമ്മൾ ഒരു മീഡിയൻ വരച്ചാൽ ഈ മൂന്ന് മീഡിയനും കൂടെ G എന്ന് പറഞ്ഞ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാത്തിനും എന്ത് കൊടുത്തു, ഓരോരോ നെയിം കൊടുത്തു അല്ലെ. ഇനി the line joining the midpoints of the left and right side is parallel to the bottom side and is half its length. എന്താ ഇവിടെ പറഞ്ഞത്, ഇടതും വലതും, നമ്മളെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ എന്താണ്, അതിലുള്ള മിഡ് പോയിന്റ്സ് യോജിപ്പിക്കുന്ന വര, ആ മിഡ് പോയിന്റ്സ് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ജോയിൻ ചെയ്ത് വരച്ചു. താഴത്തെ വശത്തിനു സമാന്തരവും അതിന്റെ പകുതിയുമാണ്, അതായത് ED ഈസ് ഈക്വൽ ടു ഹാഫ് AB. അപ്പൊ ഇത് ഏത് റിസൾട്ടാ, നമ്മളെ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടിലൊക്കെ നമ്മൾ കുറെ റിസൾട്ട്സ് പഠിച്ചിരുന്നു അല്ലെ. അപ്പം ആ ട്രയാങ്കിൾ ഡിവിഷന്റെ ആ ഒരു റിസൾട്ട്സ് ആണ്. അപ്പൊ ആദ്യം അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രൂഫ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായിരുന്നു ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ട്രയാങ്കിൾ വരച്ചാൽ എന്തായിരുന്നു, ആ ട്രയാങ്കിളിന്റെ രണ്ട് മിഡ് പോയിന്റ്സിലൂടെ നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്താൽ നമ്മൾ രണ്ട് മിഡ് പോയിന്റ്സിലൂടെ ജോയിൻ ചെയ്ത ആ ലൈന് നമ്മളെ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതുപോലെ വേറൊരു റിസൾട്ടും പഠിച്ചിരുന്നു. നമ്മളിപ്പോൾ നമ്മളെ ട്രയാങ്കിളിന്റെ ഒരു മിഡ് പോയിന്റിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഇത് മിഡ് പോയിന്റിലൂടെ ജോയിൻ ചെയ്ത ലൈനുമാണ്, മിഡ് പോയിന്റിലൂടെ വരച്ച വരയുമാണ് ഈ സൈഡിന്, ഈ വരച്ച ലൈൻ എന്ന് പറഞ്ഞാല് ഈ തേർഡ് സൈഡിന് പാരലലുമാണെങ്കിൽ, ഈ സൈഡിന് പാരലലുമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിന്റെ തേർഡ് സൈഡിലും അത് മിഡ് പോയിന്റിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഈ റിസൾട്ട്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പാട്ടുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞത്, നമ്മളെ ഫിഗർ ഇതായിരുന്നു അല്ലെ. നമ്മളൊരു ട്രയാങ്കിൾ ഉണ്ട്, രണ്ട് മീഡിയൻസ് ഡ്രോ ചെയ്ത് രണ്ട് മീഡിയൻസും G എന്ന് പറഞ്ഞ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ AC എന്ന് പറഞ്ഞ സൈഡിന്റെയും BC എന്ന് പറഞ്ഞ സൈഡിന്റെയും മിഡ് പോയിന്റ്സ് ആയ EAയും DAയും നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കാൻ പോവാണ്. നമ്മൾ ജോയിൻ ചെയ്യാണ് കേട്ടോ, ജോയിൻ ചെയ്യാണ് Eയും Dയും, ജോയിൻ E and D. അപ്പൊ നമ്മൾ വരച്ച ഈ വര, രണ്ട് മിഡ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര, നമ്മളെ റിസൾട്ട് എന്താണ്, രണ്ട് മിഡ് പോയിന്റ് യൂസ് ചെയ്ത് രണ്ട് സൈഡിലെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് ED എന്ന് പറഞ്ഞാൽ പാരലൽ ടു AB ആയിരിക്കും.
അത് മാത്രമാണോ നമ്മൾ പഠിച്ചത്? വേറൊന്നും കൂടെ പഠിച്ചിട്ടുണ്ട്. രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ ലൈന്റെ ഹാഫുമായിരിക്കും. അതുകൊണ്ട് ED എന്ന് പറഞ്ഞാൽ ഹാഫ് AB ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാട്ടുകളിലായി പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആണ്. ABക്ക് പാരലൽ ആണ് ED. അതുപോലെ മൂന്നാമത്തെ സൈഡിന്റെ ഹാഫ് ആയിരിക്കും ED. സോ വി ക്യാൻ സേ ദാറ്റ് ED ഈസ് ഈക്വൽ ടു ഹാഫ് AB. ABയുടെ ഹാഫ് ആണ് ED എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ പഠിച്ച റിസൾട്ടുകളാണ് അല്ലെ ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. The line joining the midpoints of the left and right side is parallel to the bottom side. ED parallel to AB ആണ് and half its length. ED എന്ന് പറഞ്ഞാൽ half AB ആണ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ബട്ട് നമുക്ക് എന്താണ് നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അത് മറക്കരുത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? നമ്മൾ C എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും AB എന്ന് പറഞ്ഞ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന മീഡിയൻ എന്ന് പറഞ്ഞാൽ Gയിൽ തന്നെ ഇന്റർസെക്ട് ചെയ്യുമോ എന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ പ്രൂഫിലോട്ട് എത്തിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചു. ഈ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച വര ABക്ക് പാരലലുമാണ്, ABയുടെ ഹാഫുമാണ്. ED എന്ന് പറഞ്ഞാൽ ഹാഫ് AB ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണേ? How about joining the midpoints of the small triangle GAB also we get? ഇനി നമ്മൾ ഇവിടെ നമുക്ക് ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ, GAB. ഈ ചെറിയ ട്രയാങ്കിൾ ആണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ചെറിയ ട്രയാങ്കിൾ, ഇനി ഈ ചെറിയ ട്രയാങ്കിളിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണ്. AG എന്ന് പറഞ്ഞ സൈഡ് നമുക്കറിയാം ട്രയാങ്കിൾ AGB സൈഡ്സുകളാണ് AGയും GBയും ABയും അല്ലെ. അതില് AGയുടെ മിഡ് പോയിന്റും നമ്മൾ എന്താണ് എടുക്കുകയാണ്, BGയുടെയും മിഡ് പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ട്രയാങ്കിളിന്റെ ഈ AGയുടെയും നമ്മൾ എന്താണ് വേറൊന്നും നോക്കരുത്, ട്രയാങ്കിൾ AGB മാത്രം നോക്കുക. അതിന്റെ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു. അതിനെയാണ് നമ്മൾ PQ എന്ന് കൊടുത്തത്. ട്രയാങ്കിൾ AGBയുടെ AG എന്ന് പറഞ്ഞ സൈഡിന്റെയും BG എന്ന് പറഞ്ഞ സൈഡിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളില് രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലലുമായിരിക്കും, മൂന്നാമത്തെ സൈഡിന്റെ ഹാഫുമായിരിക്കും. Therefore PQ പാരലൽ ടു AB യുമായിരിക്കും, PQ എന്ന് പറഞ്ഞാൽ ഹാഫ് AB യുമായിരിക്കും. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. PQ ഈസ് ഈക്വൽ ടു ഹാഫ് AB. അപ്പം ആദ്യം വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചപ്പോ നമുക്ക് ED എന്ന് പറഞ്ഞാൽ ഹാഫ് AB ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്തത് ചെറിയ ട്രയാങ്കിൾ ആയ ട്രയാങ്കിൾ AGB നോക്കി, ആ ട്രയാങ്കിൾ AGB ഇതിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചു. അപ്പൊ നമുക്ക് PQ പാരലൽ ടു AB ആണെന്ന് കിട്ടി. അതുപോലെ PQ എന്ന് പറഞ്ഞാൽ ഹാഫ് AB. അപ്പൊ നമുക്ക് EDയും ഹാഫ് AB ആണെന്ന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ PQവും ഹാഫ് AB ആണെന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ടും ഹാഫ് AB ആണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ? രണ്ടും ABയുടെ പകുതി ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ്. സോ വി ഹാവ് ED ഈസ് ഈക്വൽ ടു PQ. ഈ EDയും PQവും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണ് നമുക്ക് PQവും EDയും കിട്ടിയത്. ബട്ട് നമുക്ക് ഇതൊന്നുമല്ല വേണ്ട, നമുക്ക് ഇതൊക്കെ നമ്മൾ എന്താണ് ഒരു പ്രൂഫിലോട്ട് എത്തിക്കാനും വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. എന്തായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ C എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന മീഡിയൻ, ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന മീഡിയൻ എന്ന് പറഞ്ഞാൽ G എന്ന് പറഞ്ഞ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? ED വരച്ചു, PQ വരച്ചു, രണ്ടും ABക്ക് പാരലൽ ആണ്, അതുപോലെ രണ്ടും ABയുടെ ഹാഫ് ആണ്, അതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ്. ED ഈസ് ഈക്വൽ ടു PQ. ഇനി എന്താ പറഞ്ഞത്? സിൻസ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് PQ and ED ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ PQDE. ഇനി നമ്മൾ ഇവിടെ നമ്മൾ എന്താണ് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. നമുക്കറിയാം അല്ലെ, ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? 4 സൈഡുള്ള
ഒരു ഫിഗറിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാ. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇയും പിയും ജോയിൻ ചെയ്ത് വരയ്ക്കുക, ഡിയും ക്യൂവും ജോയിൻ ചെയ്ത് വരയ്ക്കുക. രണ്ട് സൈഡിലെയും രണ്ട് ട്രയാങ്കിളിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചു. അതാണ് ഓപ്പോസിറ്റ് സൈഡ്സ് പി ക്യൂ ആൻഡ് ഇ ഡി. അപ്പൊ എന്താണ് ഈ പി ക്യൂവും ഇ ഡിയും എന്താണ് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ആണ് അല്ലെ. ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ പി ക്യു ഡി ഇ. ഇവിടെ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ 4 സൈഡ് ഉള്ള ഒരു പോളിഗണിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാ. അത് നമ്മൾ കിട്ടിയിട്ടുണ്ട്, ഇത് ജോയിൻ ചെയ്ത് വരച്ചു. പി ക്യു ഡി ഇ എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് പി ക്യൂവും ഇ ഡിയും. അതുപോലെ വേറൊരു ഓപ്പോസിറ്റ് സൈഡ് ആണ് പി ഇയും ക്യു ഡിയും. ഓക്കെ, ആർ പാരലൽ ആൻഡ് ഈക്വൽ. നമുക്കറിയാം പാരലലും ഈക്വലും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പി ക്യൂവും ഇ ഡിയും പാരലൽ ആണ്. പി ക്യൂവും ഇ ഡിയും ഈക്വൽ ആണ്, പാരലലും അല്ലേ. എന്തുകൊണ്ടാ പാരലല്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇ ഡി പാരലൽ ടു എ ബി ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു പി ക്യു പാരലൽ ടു എ ബി ആണ്. കാരണം ഒക്കെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരെ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അപ്പൊ ട്രയാങ്കിൾ എ ബി സി നോക്കുമ്പോൾ അവിടെ ഇ ഡിയും എ ബിയും പാരലൽ ആണ്. ട്രയാങ്കിൾ എ ജി ബി നോക്കുമ്പോൾ അവിടെ പി ക്യൂവും എ ബിയും പാരലൽ ആണ്. രണ്ടും എ ബിക്ക് പാരലൽ ആയതുകൊണ്ട് ഇ ഡി പാരലൽ ടു പി ക്യു ആണ്. അപ്പൊ എന്ത് കിട്ടി? ഇ ഡിയും പി ക്യൂവും പാരലലുമാണ്. അതുപോലെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇ ഡിയും പി ക്യൂവും ഈക്വൽ ആണ്. അപ്പൊ ഏത് ക്വാഡ്രിലാറ്ററല്ല നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണെന്ന് പഠിച്ചത്? പാരലലോഗ്രാമിലല്ലേ? യെസ്. അപ്പൊ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്താ നമുക്ക് കിട്ടിയ ഈ 4 സൈഡഡ് ഫിഗർ എന്താ? നമ്മളെ പാരലലോഗ്രാം ആയിരിക്കും. പാരലലോഗ്രാമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്. അതുകൊണ്ട് പി ക്യൂവും ഇ ഡിയും ഇവിടെ പാരലൽ ആണെന്ന് നമുക്കറിയാം, പി ക്യൂവും ഇ ഡിയും ഈക്വൽ ആണെന്ന് നമുക്കും അറിയാം. ഓക്കെ, അതുകൊണ്ട് എന്താ പറഞ്ഞത്? പി ക്യു ഡി ഇയിലെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്, ഈക്വലുമാണ്. ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. അതുകൊണ്ട് നമ്മൾ അവിടെ വരച്ച ക്വാഡ്രിലാറ്ററൽ എന്താ? ഒരു പാരലലോഗ്രാം ആണ്. സോ ഇറ്റ്സ് ഡയഗണൽസ് പി ഡി ആൻഡ് ക്യു ഇ ബൈസെക്ട് ഈച്ച് അതർ. നമുക്കറിയാം പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുപോലെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഇതൊക്കെ നമ്മൾ പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. അപ്പൊ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണലിന് അത് രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പി ക്യു ഡി ഇ എന്ന് പറഞ്ഞ പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് ഏതൊക്കെയാ? ഡയഗണൽസ് എന്ന് പറഞ്ഞാല് ഒരു വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് വേർട്ടെക്സിലോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നവരല്ലേ. അപ്പം ഇ ക്യു ഒരു ഡയഗണൽ ആണ്, അതുപോലെ ഇ ക്യു ഒരു ഡയഗണൽ ആണ്, അതുപോലെ പി ഡി ഒരു ഡയഗണൽ ആണ്. ഇത് രണ്ടുമാണ് നമ്മളെ പാരലലോഗ്രാമിന്റെ ഡയഗണൽസ്. ഇനി നമുക്കറിയാം ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറയാം? ഇതാണ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ ഡയഗണൽസ് പി ഡി എന്ന് പറഞ്ഞ ഡയഗണലിന് നമുക്ക് എന്ത് എഴുതാം? പി ജി ഈസ് ഈക്വൽ ടു ജി ഡി. ആ ഡയഗണലിന് രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. അതുപോലെ ഇ ക്യു എന്ന് പറഞ്ഞ ഡയഗണലിനെയും രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. എന്താണ്? QG is equal to GE. QG is equal to GE. ഓക്കെ, അപ്പം അതാണ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞ. ഡയഗണൽസ് രണ്ട് ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താണ്? PG is equal to GD. നമ്മൾ ഓൾറെഡി പറഞ്ഞു PG is equal to GD ആണ് എന്ന്. അതാണ് എന്താ? പി ക്യു ഡി ഇ എന്ന ചതുർഭുജത്തിലെ പി ക്യു ഇ ഡി എന്നീ വശങ്ങൾ തുല്യവും സമാന്തരമായതിനാൽ ഈ ചതുർഭുജം ഒരു സമാന്തരികമാണ്, പാരലലോഗ്രാം ആണ്. അതിനാൽ അവയുടെ വികർണങ്ങളായ പി ഡി ക്യു ഇ ഇവ, വികർണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയഗണൽസ്, എന്താണ്? ഇവ പരസ്പരം സമഭാഗം ചെയ്യുന്നു, ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അതായത് പി ജി ഈസ് ഈക്വൽ ടു ജി ഡി ആണ്, അതുപോലെ ക്യു ജി ഈസ് ഈക്വൽ ടു ജിഇ ആണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, നമുക്ക് എന്താ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് സി എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന മീഡിയൻ, അതിനെയാണ് മീഡിയൻ എന്ന് പറയാ, അത് ജി എന്ന് പറഞ്ഞ ലൈനിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ, അത് മൂന്ന് മിഡ് പോയിന്റും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തത്?
നമ്മൾ ട്രയാങ്കിൾ എ ബി സി നോക്കി. ട്രയാങ്കിൾ എ ബി സിയുടെ രണ്ട് സൈഡായ എ സിയും ബി സിന്റെയും മിഡ് പോയിന്റ്സ് ആക്കിയിട്ട് ഇയും ഡിയും എടുത്തു. എന്നിട്ട് നമ്മൾ ആ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തു. എന്നിട്ട് ആ ലൈൻ എന്തിന് പാരലലാണ്? എ ബിക്ക് പാരലലാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റിസൾട്ട്, രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലാണ്. അതുകൊണ്ട് ഇ ഡി പാരലൽ ടു എ ബി. അതുപോലെ പാരലൽ മാത്രമല്ല, ആ വരയ്ക്കുന്ന വര എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡിന്റെ ഹാഫ് ആയിരിക്കും. അതുകൊണ്ട് എ ഡി ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി. അത് നമ്മളെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ എന്താ എടുത്തത്? ട്രയാങ്കിൾ എ ജി ബി എന്ന് പറഞ്ഞ ചെറിയ ട്രയാങ്കിൾ എടുത്തു. ഈ ചെറിയ ട്രയാങ്കിളില് നമ്മൾ എന്താ ചെയ്താ? എ ജി എന്ന് പറഞ്ഞ സൈഡും ബി ജി എന്ന് പറഞ്ഞ സൈഡും രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ്സ് ആക്കിയിട്ട് പിയും ക്യൂവും എടുത്തു. അപ്പൊ ആ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് പി ക്യൂ പാരലൽ ടു എ ബി, അതുപോലെ പി ക്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി. രണ്ടും എ ബിക്ക് പാരലൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇ ഡി പാരലൽ ടു പി ക്യൂ, അതുപോലെ രണ്ടും എ ബിയുടെ ഹാഫിന് ഈക്വൽ ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇ ഡി ഈസ് ഈക്വൽ ടു പി ക്യൂ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്നും കിട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നും കിട്ടി. അപ്പൊ ഇത് രണ്ടും മിഡ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം പാരലലോഗ്രാമിൽ ഡയഗ്നൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് പി ജി ഈസ് ഈക്വൽ ടു ജി ഡി ആണ്, അതുപോലെ ക്യൂ ജി ഈസ് ഈക്വൽ ടു ജി ഇ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്താ അടുത്തത് പറയുന്നത്? സിൻസ് പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ജി, എ ജിയുടെ മിഡ് പോയിന്റ് ആണ് പി എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ക്യൂ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി ജി, ബി ജിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്ന് പറഞ്ഞത്. അതും നമുക്കറിയുന്നതാ. വി ഹാവ്, നമുക്ക് എന്താ നമ്മുടെ കയ്യിലുള്ളത്? വി ഹാവ് എ പി ഈസ് ഈക്വൽ ടു പി ജി. എ പി എന്ന് പറഞ്ഞാൽ എ പി ഈസ് ഈക്വൽ ടു പി ജി. കാരണം എന്താ? പി എന്ന് പറഞ്ഞത് മിഡ് പോയിന്റ് ആണ്. എ ജിയുടെ മിഡ് പോയിന്റ് ആണ് പി എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പിയും പി ജിയും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇപ്പം എ ജി എന്ന് പറഞ്ഞത് 4 ആണെങ്കിൽ എന്താ? എ ജി എന്ന് പറഞ്ഞത് 4 ആണെങ്കിൽ എ പി ഈസ് ഈക്വൽ ടു പി ജി ആണ്. ദാറ്റ് മീൻസ് എ പിയും 2 ആയിരിക്കും, പി ജിയും 2 ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എ പി ഈസ് ഈക്വൽ ടു പി ജി. അതുപോലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്യൂ എന്ന് പറഞ്ഞത് ബി ജിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ജി. ബി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ജി ആണെന്ന് പറയാം. സോ എ ജി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് എ ജി എന്ന് പറഞ്ഞാൽ എന്താ? എ പി പ്ലസ് പി ജി. ഈ എ പിയും പി ജിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എ ജി എന്ന് കിട്ടുക, അല്ലേ? അപ്പൊ അതിനെ നമുക്ക് 2pg എന്ന് എഴുതി കൂടെ? കാരണം എന്താ? എ പിയും പി ജിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എ ജി എന്ന് പറഞ്ഞാൽ എ പി പ്ലസ് പി ജി അല്ലേ? എ ജി എന്ന് പറഞ്ഞാൽ എ പി പ്ലസ് പി ജി അല്ലേ? എ പിയും പി ജിയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താ അറിയാൻ പറ്റും? ഈ എ പിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുത്തു? പി ജി എന്ന് കൊടുത്തു. കാരണം അത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പം പി ജി പ്ലസ് പി ജി എന്ന് കിട്ടി. പി ജി പ്ലസ് പി ജി എന്ന് പറഞ്ഞാൽ എന്താ? 2pg. ഓക്കെ, 2pg എന്ന് കിട്ടി. അതെന്ന് പറഞ്ഞാല് 2gd ആണ്. കാരണം എന്താ? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യെസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പി ജിയും ജി ഡിയും ഈക്വൽ ആണ്, അല്ലേ? പി ജിയും ജി ഡിയും ഈക്വൽ ആണെങ്കിൽ ഇത് 2pg ആണെങ്കിൽ ഇതിന് പി ജിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ജി ഡി എന്ന് എഴുതാൻ പറ്റും. Therefore it is equal to 2gd. അതുകൊണ്ട് എ ജി എന്ന് പറഞ്ഞാൽ, ഈ എ ജി എന്ന് പറഞ്ഞാൽ എന്താ? 2gd ആണ്. ജി ഡിയുടെ ട്വൈസ് ആണ്. ഈ എ ജി എന്ന് പറഞ്ഞാൽ 2 ജിഡികൾ കൂടിയതാണ് എ ജി. അഥവാ ജി ഡിയുടെ എന്താണ്? ഡബിൾ ആണ് എ ജി. എ ജിയുടെ ഹാഫ് ആണ് ജി ഡി എന്ന് പറയാം. ഓക്കെ, അപ്പം 2 ജിഡികൾ, ഈ 2 ജിഡികൾ കൂടിയതാണ് എന്ത്? നമ്മളെ എ ജി എന്ന് പറഞ്ഞത്. 2 ജിഡികൾ കൂടിയതാണ് നമ്മളെ എ ജി എന്ന് പറഞ്ഞത്. ആൻഡ് ഇനി അടുത്ത് അതുപോലെ നോക്കുക, ബി ജി. ഈ ബി ജി എന്ന് പറഞ്ഞത് എന്താ? ബി ക്യൂ പ്ലസ് ക്യൂ ബി അല്ലേ? യെസ്, ബി ജി എന്ന് പറഞ്ഞാൽ ബി ക്യൂ പ്ലസ് ക്യൂ ജി ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യൂ എന്ന് പറഞ്ഞത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ബി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ജി ആണ് എന്നുള്ള കാര്യം നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ബി ക്യൂന്റെ പ്ലേസിൽ നമ്മൾ ക്യൂ ജി എന്ന് എഴുതി. ഓക്കെ, അപ്പം ക്യൂ ജി പ്ലസ് ക്യൂ ജി എന്ന് പറഞ്ഞാൽ 2qg ആണ്.
ഓക്കെ, QG പ്ലസ് QG എന്ന് പറഞ്ഞാൽ 2QG ആണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് QG എന്ന് പറഞ്ഞാൽ GEക്ക് ഈക്വൽ ആണ്, QG എന്ന് പറഞ്ഞാൽ GEക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ QGന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? GE എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ഈ 2GE എന്നുള്ളത് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാ? BG എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? BG എന്ന് പറഞ്ഞ ഈ ലൈന്, BG എന്ന് പറഞ്ഞ ഈ ലൈന് 2 GEകൾ കൂടിയതാണ്, 2 GEകൾ കൂടിയതാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ? വേർട്ടെക്സിൽ നിന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരയായിരിക്കും വലിയത്. ഏതിനേക്കാളും? അതിന്റെ മിഡ് പോയിന്റ്, അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരയിനേക്കാളും. ഓക്കെ, ഇതായിരിക്കും വലുത്, ഇത് ചെറുതായിരിക്കും. എപ്പോഴും വേർട്ടെക്സിന്റെ അവിടെ ഉള്ളതായിരിക്കും വലിയ വര, മിഡ് പോയിന്റിന്റെ ആ സൈഡിലുള്ളതായിരിക്കും ചെറിയ വര. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ AG എന്ന് പറഞ്ഞാൽ ഈ വേർട്ടെക്സിന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലോട്ടുള്ള വരയാണ് വലുത്. ഏതിനേക്കാളും? ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് അതിന്റെ മിഡ് പോയിന്റ്, ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് ഡ്രോ ചെയ്യുന്ന വരനേക്കാളും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ AG എന്ന് പറഞ്ഞാൽ 2 GD ആണ്. അതുപോലെ BG എന്ന് പറഞ്ഞാൽ 2 GE ആണ്. അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, ദിസ് ഷോസ് ദാറ്റ്. ബട്ട് നമുക്ക് എന്താ കാണേണ്ടത്? അപ്പൊ ഇതിന് നമുക്കൊരു റിസൾട്ട് കിട്ടി. ഈ റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലത്തിനൊക്കെ വരും. എന്താ പറഞ്ഞേ? ദിസ് ഷോസ് ദാറ്റ് ദ പോയിന്റ് G ഡിവൈഡ്സ് ദ ലൈൻ AD ആൻഡ് BE ഇൻ ദ റേഷ്യോ 2:1. AD-നെയും BE-നെയും, നമ്മളെ AD എന്ന് പറഞ്ഞ ഈ ലൈനെയും BE എന്ന് പറഞ്ഞ ഈ ലൈനെയും, രണ്ടും മീഡിയൻ ആണെന്ന് നമുക്കറിയാം അല്ലെ. ഈ 2 മീഡിയനെയും G എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നത്? 2:1 റേഷ്യോയിലാണ്. നമ്മളെ AD എന്ന് പറഞ്ഞ മീഡിയനെയും BE എന്ന് പറഞ്ഞ മീഡിയനെയും അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയ G ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാ? 2:1 റേഷ്യോ. G എന്ന ബിന്ദു AD BE എന്നീ വരകളെ 2:1 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. Now suppose instead of joining the vertices A and B to the midpoints of their opposite side, we join the vertices B and C to the midpoints of their opposite side. എന്താ പറഞ്ഞത്? A എന്ന് പറഞ്ഞ വേർട്ടീസും B എന്താണ്? ജോയിൻ ദ A and B to the midpoints of their opposite side. A എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ജോയിൻ ചെയ്തതും, B എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് AC-യുടെ മിഡ് പോയിന്റിലോട്ട് ജോയിൻ ചെയ്തതും. We join the vertices B and C. അതിന് പകരം നമ്മൾ എന്താ? vertices B യും C യുമാണ് ജോയിൻ ചെയ്തത്. B എന്ന് പറഞ്ഞതിലൂടെയും നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. അതുപോലെ C എന്ന് പറഞ്ഞ വേർട്ടെക്സിനും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലോട്ടും ആണ് നമ്മൾ ജോയിൻ ചെയ്തത് എന്ന് വിചാരിക്കുക. ഇത് രണ്ടും ആണെങ്കിൽ എന്താണ്? എന്തായിരിക്കും? their points of intersection would divide BE in the ratio 2:1. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ആണെങ്കിലും അതിന്റെ റേഷ്യോയും 2:1 ആയിരിക്കൂലേ? യെസ്, അതിന്റെ റേഷ്യോയും 2:1 ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ വേർട്ടെക്സിന് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലോട്ട് 2 എന്ന് പറഞ്ഞതും GE എന്ന് പറഞ്ഞാല് 1 റേഷ്യോ. അങ്ങനെയാണെങ്കിൽ AD നമ്മൾ എടുക്കുന്നില്ല. ADക്ക് പകരം നമ്മൾ ഇനി എടുക്കുന്നത് ഇപ്പൊ ഇവിടെ O കൊടുത്താൽ CO ആണ്. C എന്ന് പറഞ്ഞ വേർട്ടെക്സിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട്. അപ്പൊ CO ഇവിടെ ഒരു മീഡിയൻ ആണ്. അപ്പൊ ഇവിടെയും എന്തായിരിക്കും? വേർട്ടെക്സിന് ഇന്റർസെക്ട് ചെയ്യുന്നതിലോട്ട് 2 ആയിരിക്കും, അതിന്റെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് രണ്ടും ആണ് എടുക്കുന്നതെങ്കിൽ അതും 2:1 റേഷ്യോയിലല്ലേ ഡിവൈഡ് ചെയ്യുക? യെസ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ their point of intersection is also G. അത് രണ്ടും കൂട്ടിമുട്ടുന്നതും G എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ എന്തായിരുന്നു പ്രൂവ് ചെയ്തത്? ഇത് ഇത്രയും നേരം നമ്മൾ പ്രൂഫിലോട്ട് എത്തിയത് എന്താണ്? 3 മീഡിയനും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പൊ അത് രണ്ടും എടുത്താലും അതും G എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അവ മുറിച്ച് കടക്കുന്ന ബിന്ദു BE-യെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കും. അതായത് മുറിച്ചു കടക്കുന്ന ബിന്ദു G തന്നെയാണ്. അപ്പൊ അതും എന്താണ്? ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്? G തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു റിസൾട്ട് കിട്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇനി നമ്മൾ റിസൾട്ട് പഠിക്കുക. എന്താ റിസൾട്ട്? ഇൻ എനി ട്രയാങ്കിൾ, ഏതൊരു ത്രികോണത്തിലും
all three medians intersect a single point. എന്താ പറഞ്ഞത്? ഏതൊരു ഇതിലും നമ്മളെ ഇവിടെ നമുക്ക് വരയ്ക്കാം. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളില് അതിന്റെ വേർട്ടെക്സിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന, ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നതാണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, അതുപോലെ ഈ വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരച്ചു, ഈ വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലോട്ട് വരച്ചു. അപ്പൊ 3 മീഡിയൻസ് ഉണ്ട്. എന്താ പറഞ്ഞത്? all three medians intersect at a single point. 3 മീഡിയനും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. നമ്മൾ പ്രൂഫ് പറഞ്ഞു കഴിഞ്ഞു അല്ലെ? പ്രൂഫ് സിമ്പിൾ ആണ്, ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, 3 മീഡിയനും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. The distance of this point from each vertex is twice the distance from the midpoint of the opposite side. എന്താ പറഞ്ഞത്? ഏത് ത്രികോണത്തിന്റെയും നടുവരകൾ 3 ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓരോ മൂലയിൽ നിന്നും ഈ ബിന്ദുവിലേക്കുള്ള അകലം എതിർവശത്തിന്റെ മധ്യബിന്ദുവിൽ നിന്നുള്ള അകലത്തിന്റെ 2 മടങ്ങാണ്. അതായത് in other words we can say that this point divides each median in the ratio 2:1. ഈ ബിന്ദു നടുവരകളെയെല്ലാം 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കും. എന്താ പറഞ്ഞത്? നമ്മൾ വേർട്ടെക്സിന് ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലോട്ട് ഉള്ള ഇതെന്തായിരിക്കും? പോയിന്റിലോട്ടും ഈ പോയിന്റിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മീഡിയനിലോട്ടുള്ള പോയിന്റിന്റെയും റേഷ്യോ 2:1 ആയിരിക്കും. അതുപോലെ ഈ ഒരു മീഡിയൻ നോക്കുക. ഇവിടെ വേർട്ടെക്സിന് ഇങ്ങോട്ടുള്ളത് 2 ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് 1 ആയിരിക്കും. റേഷ്യോ ആണ്, സെന്റിമീറ്റർ ലെങ്ത് അല്ല, റേഷ്യോ 2:1. ദാറ്റ് മീൻസ് ഇവിടെ 4 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും, ഇവിടെ 6 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. അങ്ങനെ ഓക്കെ. അതുപോലെ ഈ ഒരു മീഡിയന് നോക്കുക. ഈ മീഡിയനിലും വേർട്ടെക്സിന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലോട്ട് 2 ആയിരിക്കും, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ആ ഒരു വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മീഡിയനിലോട്ട് 1 ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ റിസൾട്ട് ഒന്ന് ഓർത്തു വെക്കുക. ഇതെങ്ങനെ കിട്ടിയത് എന്നൊന്നും കൂടെ നോക്കുക. ഓക്കെ, എന്താ പറഞ്ഞത്? ഏതൊരു ട്രയാങ്കിളിലും നമ്മൾ 3 മീഡിയൻസ് വരച്ചാൽ ആ 3 മീഡിയനും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. എന്നിട്ട് എന്താ പറഞ്ഞത്? ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് ഫ്രം ഈച്ച് വേർട്ടെക്സ്, ഓരോ വേർട്ടെക്സിൽ നിന്നും ആ കൂട്ടിമുട്ടുന്ന ലൈനിന്റെയും എന്താണ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഈസ് ട്വൈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഒരു വേർട്ടെക്സിൽ നിന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലോട്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് അതിന്റെ ആ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലോട്ടും ഉള്ള റേഷ്യോ എന്തായിരിക്കും? 2:1 ആയിരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ ദിസ് പോയിന്റ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ. ഓരോ മീഡിയനെയും ആ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത് 2:1 എന്ന റേഷ്യോയിലാണ്. ഏത്? നമ്മള് ഈ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒരു മീഡിയനെ ഡിവൈഡ് ചെയ്യുന്നത് 2:1 എന്ന റേഷ്യോയിലാണ്. അതാണ് നമ്മൾ ഇത്രയും നേരം ഈ ഒരു പ്രൂഫിൽ പറഞ്ഞത്. അപ്പൊ റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. മീഡിയൻസ് വരച്ചാൽ, ഒരു ട്രയാങ്കിളിൽ മീഡിയൻസ് വരച്ചാൽ മീഡിയൻസ് 3ഉം കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ആ മീഡിയനെ ആ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത് 2:1 എന്ന റേഷ്യോയിലാണ്. ദ പോയിന്റ് ഡിവൈഡ്സ് median in the ratio 2:1. Okay, ഇനി എന്താ? This point of intersection of the median is called the centroid of the triangle. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് സെൻട്രോയിഡ്. നടുവരകളെല്ലാം കടന്നു പോകുന്ന ഈ ബിന്ദുവിനെ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം എന്നാണ് പേര്. നമ്മൾ പറഞ്ഞു നമ്മളെ മീഡിയൻ എന്ന് പറഞ്ഞാൽ വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈന്. ഇതും എല്ലാം കൂടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഈ ഒരു മീഡിയന് കൂട്ടിമുട്ടുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം എന്ന് പറയും. സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം എന്നാണ് പേര്. ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം അഥവാ സെൻട്രോയിഡ്. അപ്പൊ എന്തായിരുന്നു നമ്മള് പഠിച്ചത്? ഓർത്തോ സെന്റർ പഠിച്ചിട്ടില്ലായിരുന്നോ? അതെന്തായിരുന്നു ഓർത്തോ സെന്റർ? ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്നതല്ലേ? ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞിരുന്നത് അല്ലെ? ഓർത്തോ സെന്റർ ലംബകേന്ദ്രം എന്ന് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ഓർത്തോ സെന്റർ പഠിച്ചു, അതുപോലെ നമ്മള് സെൻട്രോയിഡ് പഠിച്ചു. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നമുക്ക് നോക്കാം. അപ്പം ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ പഠിച്ചത് എന്താ? ഓൾട്ടിറ്റ്യൂഡ്സ്. പിന്നെ നമ്മൾ പഠിച്ചു മീഡിയൻ.
അപ്പൊ ഓൾട്ടിറ്റ്യൂഡ്സും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് ഓർത്തോസെന്റർ. ഇനി അതുപോലെ നമ്മളെ മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രോയിഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിച്ചത്. എന്തൊക്കെയാ? ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. ആ ട്രയാങ്കിളില് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ്സ് എന്താന്ന് പഠിച്ചു അല്ലെ. ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർട്ടെക്സിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഈ ഒരു വേർട്ടെക്സിനും ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഈ ഒരു വേർട്ടെക്സിനും ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. ഇതിനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്സ് അഥവാ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ഓർത്തോസെന്റർ എന്ന് പറയും. ഓക്കെ, ഓർത്തോസെന്റർ എന്ന് പറയും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് മീഡിയൻസ് എന്താണ്. മീഡിയൻസ് എന്തായിരുന്നു? നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ആ ട്രയാങ്കിളിന്റെ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നവരാ. ഇവിടെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞില്ല, ഓൾട്ടിറ്റ്യൂഡ്സിൽ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ മിഡ് പോയിന്റ് ആണ്. അപ്പം വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരക്കാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. മീഡിയന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രോയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രോയിഡ്. ഓക്കെ, സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ മധ്യമ കേന്ദ്രം. അപ്പം ഓർത്തോസെന്റർ എന്താന്ന് പഠിച്ചു, സെൻട്രോയിഡ് എന്താന്ന് പഠിച്ചു. ഇനി ഈ മീഡിയനിൽ നമ്മൾ ഒരു റിസൾട്ടും കൂടെ പഠിച്ചിട്ടില്ലായിരുന്നോ? എന്തായിരുന്നു ആ റിസൾട്ട്? നമ്മൾ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഈ മീഡിയനെ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഡിവൈഡ് ചെയ്യുന്നത് 2:1 എന്ന റേഷ്യോയിലാണ്. ദാറ്റ് മീൻസ് വേർട്ടെക്സിന് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലോട്ട് 2ഉം നമ്മൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് ഇങ്ങോട്ടും എന്തായിരിക്കും? 1 ആയിരിക്കും. അവ 2:1 എന്ന റേഷ്യോയിലാണ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇത്രയും റിസൾട്ടുകൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ 2 റിസൾട്ടും പറയാനാണ് നമ്മൾ ഇത്രയും പ്രൂഫുകൾ ചെയ്തത്. നമ്മളെ ഓർത്തോസെന്റർ എന്താന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആർ ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെന്നുള്ള റിസൾട്ട് ഓർത്ത് വെക്കുക. അതുപോലെ ഓൾട്ടിറ്റ്യൂഡ്സ് ഒക്കെ ഒരു സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഓൾട്ടിറ്റ്യൂഡ്സ് എന്താന്ന് പഠിക്കുക. അതുപോലെ ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പറയുന്ന പേര് ഓർത്തോസെന്റർ, ലംബകേന്ദ്രം ആണ് എന്നുള്ളതും പഠിക്കാം. അതുപോലെ പിന്നെ പഠിക്കേണ്ടത് മീഡിയൻ ആണ്. മീഡിയൻ എന്താന്നുള്ളത് പഠിക്കുക. മീഡിയൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പറയുന്ന പേര് സെൻട്രോയിഡ് ആണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ മീഡിയൻ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മീഡിയനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, this point of intersection divides each median in the ratio 2:1. ആ ഒരു കാര്യവും പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കേണ്ടത്. അപ്പൊ സിമ്പിൾ ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ ഒന്നുമില്ല, റിസൾട്ടുകൾ നമ്മൾ ടെക്സ്റ്റിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് കുറച്ച് റിസൾട്ടുകളിലോട്ട് എത്താനാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ ഓരോ റിസൾട്ടുകളും നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഈ ഒരു പാർട്ടിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഓൾട്ടിറ്റ്യൂഡ്, അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഓർത്തോസെന്റർ എന്ന് പറയുന്നു. അതുപോലെ മീഡിയൻ എന്താന്ന് പഠിക്കുക. മീഡിയൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ സെൻട്രോയിഡ് എന്ന് പറയുന്നു. മീഡിയൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1, ആ ഒരു കാര്യവും പഠിക്കുക. അതുപോലെ ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് ആണ്, വലിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.